ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. കുഞ്ഞിട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആഗസ്റ്റ് 15 ദിനമായതുകൊണ്ട് നമ്മുടെ പതാക ഉയർത്തൽ ചടങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ മെമ്പറും നമ്മുടെ അംഗനവാടി ടീച്ചറും പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പതാക ഉയർത്തൽ ചടങ്ങാണ് നടത്തുന്നത്. പിന്നെ കുട്ടികൾക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പായസം ഒരുക്കലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇന്ന് പ്രത്യേകത ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ അംഗനവാടി ഇന്ന് ഹൈടെക് അംഗനവാടി ആയതിൻ്റെ ഒരു ദിവസം കൂടി ആണിന്ന്. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് കഴിക്കുന്നത്. കണ്ട അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടില്ലേ, നമ്മുടെ അംഗനവാടി അടിപൊളി നല്ല ഹൈടെക് അംഗനവാടി ആയത്. ഇനി നമ്മുടെ കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കും. എന്തായാലും ഇനി കുട്ടികൾ അംഗനവാടിയിൽ നിന്ന് വന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് നല്ല സന്തോഷകരം, കുട്ടികൾക്ക് നല്ല കളിപ്പാട്ടം പരിപാടി എല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മുടെ മമ്പാട് MAS സ്കൂളിലെ കുട്ടികൾ നമ്മുടെ അംഗനവാടി കുട്ടികൾക്കുള്ള മധുര പലഹാരം കൂടി ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യേക വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി ഇന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ പഞ്ചായത്തിലെ മെമ്പർമാരും എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഒരു പരിപാടി ചടങ്ങ്. പിന്നെ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ, മൊമെൻ്റോ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ ഒരു ചടങ്ങിൽ ഭാഗമായിട്ട് നമ്മൾ ഇന്നിവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോസ് നമ്മൾ കാണിച്ചു തരികയാണ്. അത് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ പോലും വളരെ താളമേളത്തോടു കൂടി ഗംഭീരമായ ആഘോഷമാക്കി മാറ്റാൻ നമ്മൾ നേരത്തെ ആലോചിച്ചിരുന്നതായിരുന്നു. പക്ഷെ അത്തരത്തിലേക്കൊന്നും പോകാതെ ഒരു ലളിതമായ ചടങ്ങിലൂടെ നമുക്ക് ഈ പ്രോഗ്രാം നടത്തണം എന്ന് വീണ്ടും തീരുമാനിക്കാനുണ്ടായി. നമ്മുടെ വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും അട്ടമലയിലൊക്കെ ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളുടെ ആളുകളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അനേകം ആളുകൾ അവിടെ മരണമടഞ്ഞു പോയി. ഇനിയും അവരുടെ ശരീരങ്ങൾ കിട്ടാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ അനാഥരായിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ആ അനുസ്മരണത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല അത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പുനരധിവാസം എന്നത് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്കൊരു ജോലി വാങ്ങിക്കൊടുക്കുക. ഇവരെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളും പ്രളയ സമയത്ത് ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരും കൂടിയാണ് ഇവർ. അവർക്കുള്ളൊരു മൂവ്മെൻറ്റും കൂടി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരെ ജീവൻ തന്നെ പണയപ്പെടുത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനവും പ്രളയ സമയത്തും പല പരിപാടികൾക്കും പല
എന്തിനും ഏതിനും പെട്ടെന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ആൾക്കാരും കൂടിയാണ് ഇവര്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർക്കുള്ള ഒരു മൊമെന്റോ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അവരോടൊന്നും നമുക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരൂല. എന്താ വെച്ചാൽ അത്രയും റിസ്ക്, അവരുടെ ജീവൻ വരെ കളഞ്ഞിട്ടുള്ള ഒരു പോരാട്ടം തന്നെ പറയാം. അവര് അത്രക്ക് റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ളൊരു മൊമെന്റ് ആണ്. അവരോട് നമ്മൾ നന്ദി പറയാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കേക്ക് കൂടിയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്, നമ്മൾ വിശദമായിട്ട് പറയാം. കുട്ടിക്കുള്ളൊരു മൊമെന്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കേക്കുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ എന്നെന്നും നിലനിർത്താൻ വേണ്ടി അമ്പാട് പഞ്ചായത്തിലെ സാംസ്കാരിക സംഘടനത്തിന്റെ അധ്യക്ഷ പഞ്ചായത്തിന്റെ ഈ സാംസ്കാരിക പായസം നടക്കണ്ട, ഉള്ളായിക്കോട്ടെ.